ശ്രീ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയുടെ ഭരണം മാറി 27 വർഷങ്ങൾക്ക് ശേഷം ഭാരതീയ ജനതാ പാർട്ടി ഡൽഹി സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയാണ്. പെട്ടെന്ന് ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ നിസ്സഹായരായി നേരിടുവാൻ മാത്രമേ സാധാരണ ജനങ്ങൾക്ക് സാധിക്കൂ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ പൊറുതിമുട്ടി ഡൽഹിയിലേക്ക് കുടിയേറിയ മലയാളികൾ ഇനി എന്ത് ചെയ്യും? സമാധാനത്തോടെ ക്ഷേമത്തോടെ താമസിക്കാൻ, പ്രവർത്തിക്കാൻ, ജീവിക്കാൻ പറ്റിയ ഇടം തേടി ജനങ്ങൾ എന്നും പലയിടങ്ങളിൽ മാറി താമസിക്കാറുണ്ട്. ഡൽഹിയിൽ ഏതാണ്ട് 10 ലക്ഷം മലയാളികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരിലധികവും ശ്രീ കെജ്രിവാളിന്റെ ഭരണത്തിൽ തൃപ്തരായിരുന്നു. കാരണം നികുതി ഭാരമില്ലാതെ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ശ്രീ കെജ്രിവാൾ ഗവൺമെന്റ് ശ്രദ്ധിച്ചിരുന്നു. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ അവർ മുൻതൂക്കം നൽകി. വിദ്യാഭ്യാസം, വൈദ്യുതി, വെള്ളം, ആരോഗ്യം ഈ മേഖലകളിൽ വിപ്ലവകരമായ ഒരു മാറ്റമാണ് ശ്രീ കെജ്രിവാൾ വരുത്തിയത്. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലുള്ള കാര്യങ്ങളൊന്നും BJP ഗവൺമെന്റ് ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളല്ല അവിടെ ഉള്ളത്. മണിപ്പൂർ മുതൽ ഇങ്ങോട്ട് പല സ്ഥലങ്ങളിലും ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കാൻ സാധിക്കും. പുതിയ ഭരണമാറ്റം കാര്യമായ വ്യത്യാസങ്ങൾ ഡൽഹിയിൽ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നു താമസിക്കുന്ന ധാരാളം ആളുകൾ ഡൽഹിയിലുണ്ട്. എന്നാൽ BJP ഭരണത്തിൽ വന്നിട്ടുള്ള സംസ്ഥാനങ്ങളെ പരിശോധിച്ചാൽ വർഗീയ സംഘർഷങ്ങളും BJP ഇതര രാഷ്ട്രീയ പാർട്ടികളോടുള്ള ഇടപെടലുകളും ന്യൂനപക്ഷ സമൂഹത്തോട് കാട്ടുന്ന ക്രൂരമായ സമീപനങ്ങളും ഡൽഹിയിൽ ആവർത്തിച്ചുകൂടാ എന്നില്ല. കൂടാതെ വിവിധ മതവിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിലും വളരെയധികം നിയന്ത്രണങ്ങൾ വരുവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ആരാധനാലയങ്ങൾ മതപരിവർത്തന കേന്ദ്രമെന്ന് മുദ്രകുത്തി നശിപ്പിക്കുക, മുസ്ലിം ക്രൈസ്തവ ആരാധനാലയങ്ങൾ ബലാത്കാരം നശിപ്പിക്കുക തുടങ്ങിയ ക്രൂര വിനോദങ്ങൾ ഡൽഹി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ BJP നടത്തിയിട്ടുള്ളതും ഇത്തൊരണത്തിൽ ഓർക്കേണ്ടതുണ്ട്. രാജ്യ തലസ്ഥാനം എന്ന നിലയിൽ ഡൽഹിയിലെ BJP ഭരണം വലിയ മാറ്റങ്ങൾ വരുത്തുമെങ്കിലും ഏതായാലും അത് വികസനത്തിന്റെ പാതയിലായിരിക്കാൻ സാധ്യത വിരളമാണ്. ദളിതർക്ക് വേണ്ടി ഇലക്ഷൻ സമയത്ത് മുതലക്കണ്ണീരൊഴുക്കിയ BJP വാൽമീകി സമൂഹത്തെ കെജ്രിവാളിനെതിരെ പടയൊരുക്കിയതും വെറും രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമായിരുന്നു. എന്നാൽ BJP ഭരിക്കുന്ന ഇടങ്ങളിൽ എല്ലാം ദളിതരെ പീഡിപ്പിക്കുന്ന ചരിത്രമാണ് കണ്ടിട്ടുള്ളത്. ഡൽഹിയിലെ ദളിതർ AAP ഭരണത്തിൽ അനുഭവിച്ചിരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നും ഇനിയും അടിമകളായി ജീവിക്കുന്ന സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. ശ്രീ കെജ്രിവാൾ നികുതി വർദ്ധിപ്പിക്കാതെയും സൗജന്യങ്ങൾ നൽകിയും ജനങ്ങൾക്ക് നൽകിയിരുന്ന ആശ്വാസം ഇനി താമസിയാതെ നിർത്തലാക്കപ്പെടാം. നികുതി വർധന ഉൾപ്പെടെ ജനങ്ങളുടെ സാധാരണ ജീവിതം ദുസ്സഹമാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കും. ചോദ്യം ചെയ്യുന്നവരെ നിശബ്ദരാക്കുന്ന ഗുണ്ടാ വിളയാട്ടം ഒരു സാധാരണ സംഭവമായി ഡൽഹി ഇനി സാക്ഷ്യം വഹിക്കും. ഏതായാലും ഡൽഹിയിലെ വാസം ഇനി മുൻപിലത്തെ പോലെ അത്ര ആയാസമാകുമെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. കഴിഞ്ഞ 10 വർഷം ആം ആദ്മി പാർട്ടിയും അതിനു മുൻപുള്ള 15 വർഷം കോൺഗ്രസ് പാർട്ടിയുമായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. അവരുടെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ അനുഭവിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും ഇനി വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കും. ഡൽഹിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല, മറിച്ച് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നത് വരും നാളുകളിൽ നമുക്ക് കാണേണ്ടി വരും. മലയാളികൾക്ക് പരിചിതമല്ലാത്ത BJP ഭരണം വരുത്തിവെക്കുന്ന വ്യതിയാനങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വന്ന് താമസിക്കുന്ന മലയാളികളിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ കാത്തിരുന്ന് കാണാം. അടുത്ത വർഷങ്ങളിൽ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും മടങ്ങാൻ നിർബന്ധിതരായവരെ പോലെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കൊരു കൂട്ട പലായനം എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ?